നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. യുവാവിനെ നടു റോഡിലിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തി. തിരുവനന്തപുരം വിഴിഞ്ഞത്താണ് സംഭവം നടന്നത്. സുമൻ എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. 38 വയസ്സായിരുന്നു. ബാറിലെ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അച്ചു, അനന്തു എന്നീ സഹോദരങ്ങൾ ചേർന്നാണ് യുവാവിനെ നിലത്തിട്ട് ചവിട്ടിയും ഇടിച്ചും കൊലപ്പെടുത്തിയത്. ഷാൻ എന്ന യുവാവും ബാറിലെത്തിയ ചില ചെറുപ്പക്കാരും തമ്മിൽ തർക്കവും കയ്യാങ്കളിയും ഉണ്ടായതാണ് സംഘർഷത്തിന് തുടക്കമിട്ടത്. ഈ തർക്കത്തിൽ സുമൻ ഇടപെട്ടിരുന്നു. തുടർന്ന് യുവാക്കൾ സുമന് നേരെ തിരിഞ്ഞു. മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സുമൻ ബാറിൽ നിന്ന് ഇറങ്ങി ഓടി. പിന്നാലെ അച്ചുവും അനന്തവും സുമനെ പിന്തുടർന്നെത്തി നടു റോഡിലിട്ട് മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിൽ അച്ചു, അനന്തു, ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന സൂര്യജിത്ത്, കൃഷ്ണപ്രസാദ് എന്നിവരെ വിഴിഞ്ഞം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രധാന നിരീക്ഷണം നടത്തി സുപ്രീം കോടതി. ലക്ഷക്കണക്കിന് ഭക്തർ വിശ്വസിക്കുന്ന ആചാരം തെറ്റെന്ന് പറയുക ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് ഭരണഘടനാ ബെഞ്ച് നിരീക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. യുവതികളെ പ്രവേശിപ്പിക്കുന്നത് വിലക്കുന്നവരുടെ വാദം കേൾക്കാതെ വിലക്ക് റദ്ദാക്കാൻ കഴിയുമോ എന്ന് ജസ്റ്റിസ് MM സുന്ദരേഷ് ചോദിച്ചു. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ഹർജി സമർപ്പിച്ചത് വിശ്വാസികൾ അല്ലെന്ന് പറഞ്ഞ ജസ്റ്റിസ് BV നാഗരത്ന ആ ഹർജി പരിഗണിക്കരുതായിരുന്നുവെന്നും അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് ഈ മാസം 19 വരെ ഉയർന്ന താപനില മുന്നറിയിപ്പ്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം ജില്ലയിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കോഴിക്കോട് കോൺവെന്റ് റോഡിൽ 6 മാസം വളർച്ചയെത്തിയ ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. തീർത്ഥാടക സംഘത്തോടൊപ്പം കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിലെത്തിയ യുവതിയാണ് പ്രസവിച്ചത്. പ്രസവവേദന വന്നതോടെ പള്ളിക്ക് പുറകിൽ പ്രസവിച്ചെന്നാണ് യുവതിയുടെ മൊഴി. യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. യുവതി പാലക്കാട് സ്വദേശിയാണ്. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രസവിച്ച ശേഷം കുഞ്ഞിന്റെ മൃതദേഹം ഉപേക്ഷിച്ച സ്ത്രീയെ പോലീസ് തിരിച്ചറിഞ്ഞത്. പ്രസവത്തോടെ കുഞ്ഞു മരിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം. മാസം തികയാതെയാണ് യുവതി കുഞ്ഞിനെ പ്രസവിച്ചത്. യുവതി നിലവിൽ കോട്ടപ്പുറം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനെ പിന്തുണച്ച് K സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കോൺഗ്രസിൽ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി. സുധാകരന്റെ പോസ്റ്റിൽ MP-മാരിൽ പലർക്കും അതൃപ്തിയുണ്ട്. ഇക്കാര്യം ഹൈക്കമാൻഡ് നേതാക്കളെ MP-മാർ അറിയിച്ചേക്കും. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച കത്തിക്കയറുന്നതിനിടെയാണ് കേരളം KC നയിക്കട്ടെ എന്ന ആഹ്വാനവുമായി KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശക്തമായി പിന്തുണച്ച് K സുധാകരൻ ഇന്നലെ പോസ്റ്റിട്ടത്. കേരളത്തിന് വേണ്ടത് KCയെ പോലെ ദീർഘദർശിയായ നേതാവിനെ എന്ന് സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഈ പരാമർശങ്ങൾ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ലക്ഷ്യം വെച്ചുള്ള നീക്കമാണെന്ന് ആരോപിച്ചുകൊണ്ട് സതീശൻ അനുകൂലികൾ സുധാകരന്റെ കമന്റ് ബോക്സിൽ പ്രതിഷേധവുമായി എത്തി. മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ VD സതീശനാണെന്നും KC വേണുഗോപാൽ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ തുടരട്ടെ എന്നുമായിരുന്നു കമന്റ് ബോക്സിലെ പ്രധാന പ്രതികരണങ്ങൾ. നാടക സിനിമാ ലോകത്തെ അതുല്യ പ്രതിഭ അന്തരിച്ച PJ ആന്റണിയുടെ ഭാര്യ മേരി ആന്റണി അന്തരിച്ചു. 94 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. മകൾ അഡ്വക്കേറ്റ് എലിസബത്ത് ആന്റണിയുടെ വസതിയിൽ വെച്ച് ബുധനാഴ്ചയായിരുന്നു അന്ത്യം. അരങ്ങിൽ PJ ആന്റണിയുടെ നായികയായിരുന്ന മേരി പിന്നീട് ജീവിതത്തിൽ കാമുകിയായും ഭാര്യയായും മാറി. ആന്റണിയുടെ ഒട്ടുമിക്ക സർഗ സൃഷ്ടികൾക്ക് പിന്നിലും നിശബ്ദ സാന്നിധ്യമായി മേരി ആന്റണി ഉണ്ടായിരുന്നു. നാടകരംഗത്തെ ഒന്നിച്ചുള്ള യാത്രയിൽ മൊട്ടിട്ട പ്രണയമാണ് ഇരുവരെയും ജീവിതത്തിൽ ഒന്നിപ്പിച്ചത്. ജോസഫ് ആന്റണിയാണ് മകൻ. വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് പോണേക്കര സെന്റ് ഫ്രാൻസിസ് സേവിയർ പള്ളിയിലെ ചടങ്ങുകൾക്ക് ശേഷം പള്ളി സെമിത്തേരിയിൽ PJ ആന്റണിയുടെ കല്ലറയിൽ സംസ്കരിക്കും. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ വേനലവധിക്കാലത്ത് സ്പെഷ്യൽ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് മന്ത്രി V ശിവൻകുട്ടി നിർദ്ദേശിച്ചു. കേരള വിദ്യാഭ്യാസ ചട്ടങ്ങൾ പ്രകാരം മാർച്ച് മാസത്തിലെ അവസാന പ്രവൃത്തി ദിവസം മുതൽ മെയ് മാസം അവസാനം വരെ കുട്ടികൾക്ക് വേനലവധി അനുവദിച്ചിട്ടുള്ളതാണ്. ഇത് കൃത്യമായി പാലിക്കണമെന്നും ചട്ടവിരുദ്ധമായി ക്ലാസുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ചുട്ടുപൊള്ളുന്ന വേനൽ ചൂട് കണക്കിലെടുത്ത് തൊഴിലാളികൾക്ക് ഉൾപ്പെടെ പുതുക്കിയ തൊഴിൽ സമയക്രമം നിശ്ചയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളെ വിദ്യാലയങ്ങളിൽ എത്തിക്കുന്നത് അവരുടെ മൗലികാവകാശങ്ങളുടെയും മനുഷ്യാവകാശങ്ങളുടെയും ലംഘനമാണ്. കഠിനമായ ചൂടിൽ സ്കൂളിലെ പഠന അന്തരീക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ബാലാവകാശ കമ്മീഷന്റെയും കോടതികളുടെയും മുൻ ഉത്തരവുകൾ പ്രകാരം കുട്ടികളുടെ അവധിക്കാലം തടസ്സപ്പെടുത്താൻ ആർക്കും അവകാശമില്ല. മൂഴിക്കലിൽ 16-കാരി നസ്രീനെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്ത അദ്നാന്റെ സുഹൃത്തുക്കളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും.
കൊലപാതകത്തിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് പരിശോധിക്കും. അദ്നാന്റെ മൊബൈൽ ഫോണും പോലീസ് വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കും. അദ്നാന്റെ മരണം ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മോഷണ ശ്രമത്തിനിടെയുണ്ടായ കൊലപാതകമെന്നാണ് പോലീസ് നിഗമനം. നസ്രീനയോട് അദ്നാന് വൈരാഗ്യമുണ്ടായിരുന്നതായും അന്വേഷണ സംഘം പറയുന്നു. ഈ പകയാണോ കൊലപാതകത്തിന് കാരണമെന്നും പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് അദ്നാന്റെ അടുത്ത സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യുന്നത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതി ഇന്ന് കോളേജിൽ തെളിവെടുക്കും. സർവകലാശാല ഭരണസമിതി അംഗം മേജർ ജനറൽ അജിത് നീലകണ്ഠന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ്. 1ാം വർഷ BDS വിദ്യാർത്ഥികളുടെ ക്ലാസും ഇന്ന് പുനരാരംഭിക്കും. വിദ്യാർത്ഥികളും അവരുടെ രക്ഷകർത്താക്കളും കോളേജിലെത്തി ഡോക്ടർ റാമിനെ പുറത്താക്കണമെന്ന് മാനേജ്മെന്റിനോട് ആവശ്യപ്പെടും. യുവജന കമ്മീഷന്റെയും SC/ST വകുപ്പിന്റെയും തെളിവെടുപ്പും ഇന്ന് നടക്കും. പ്രത്യേക അന്വേഷണ സംഘവും ഡെന്റൽ കോളേജിലെത്തി വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തും. അതേസമയം ആരോപണ വിധേയരായ അധ്യാപകരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. എടക്കാട്ടുള്ള ഡോക്ടർ റാമിന്റെ ക്ലിനിക്കിലേക്ക് DYFIയും പ്രതിഷേധ മാർച്ച് തീരുമാനിച്ചിട്ടുണ്ട്. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ CBSE 2026 10ാം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം ബുധനാഴ്ച പ്രഖ്യാപിച്ചു. ഏറ്റവും കൂടുതൽ വിജയശതമാനം നേടിയ മേഖലകളുടെ പട്ടികയിൽ തിരുവനന്തപുരവും വിജയവാഡയും മുന്നിലെത്തി ശ്രദ്ധേയമായി. 2 ജില്ലകളിലും 99.79% വിജയശതമാനം രേഖപ്പെടുത്തി. 2 ജില്ലകൾക്കും തൊട്ടുപിന്നിൽ 99.58% വിജയശതമാനം നേടിയ ചെന്നൈയാണ്. വനിതാ സംവരണ ബില്ലിൽ വിമൻ റിസർവേഷൻ ബിൽ ലോക്സഭയിൽ ഇന്നും നാളെയും നിർണായക ചർച്ച. ബിൽ ലോക്സഭ കടന്നാൽ ശനിയാഴ്ച രാജ്യസഭയിൽ അവതരിപ്പിച്ചേക്കും. എന്നാൽ ബില്ലിനെ ഒറ്റക്കെട്ടായി എതിർക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. ലോക്സഭാ സീറ്റുകൾ 850 ഉയർത്തി വനിതാ സംവരണം നടപ്പാക്കാനാണ് വനിതാ സംവരണ ബില്ല് കൊണ്ടുവരുന്നത്. ആകെ സീറ്റുകളുടെ എണ്ണം മാത്രമാണ് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. ഓരോ സംസ്ഥാനത്തും എത്ര വീതം കൂടുമെന്ന കാര്യം ചർച്ചകൾക്ക് ശേഷം മാത്രമേ തീരുമാനമാകൂ. 50% സീറ്റ് വർധന എന്ന ഫോർമുല സംസ്ഥാനങ്ങൾക്കായി കേന്ദ്രം മുന്നോട്ട് വയ്ക്കും എന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. ഈ ഫോർമുല നടപ്പിലാക്കുകയാണെങ്കിൽ കേരളത്തിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 30 ഉയരും. നിലവിൽ 20 സീറ്റുകളുടെ എണ്ണം. എന്നാൽ ഇതിനെയും എതിർക്കാനാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. ഇന്ന് പാർലമെന്റ് സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രി അമിത്ഷായും ഇത് സംബന്ധിച്ച് സംസാരിച്ചേക്കും. മോദി സർക്കാരിന്റെ വനിതാ സംവരണ ബില്ലിനെ തോൽപ്പിക്കാൻ CPM-CPI പിന്തുണയ്ക്കെത്തിയ രാഹുൽ ഗാന്ധിയെ കണ്ടം വഴി ഓടിച്ച് കേരളത്തിലെ ഇടത് പാർട്ടികൾ. കേരളത്തിൽ പ്രചാരണത്തിനെത്തിയപ്പോൾ ശത്രുക്കളോടെന്ന പോലെ പെരുമാറിയ രാഹുൽ ഗാന്ധിയുടെ മനോവൈകല്യത്തിനെതിരെ ആഞ്ഞടിക്കുകയാണ് CPM-ഉം CPI-യും. മോദി സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന മണ്ഡല പുനർനിർണയ തീരുമാനത്തിൽ നിലപാട് ചർച്ച ചെയ്യുന്നതിനായി കോൺഗ്രസ് വിളിച്ചു ചേർത്ത പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ നിന്ന് CPM-CPI ജനറൽ സെക്രട്ടറിമാർ വിട്ടുനിന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഇടതു മുന്നണിക്കെതിരെ സ്വീകരിച്ച കടുത്ത നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് ഈ തീരുമാനം. 14 റൗണ്ടുള്ള സൈപ്രസിൽ നടന്ന വനിതാ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ ചെസ്സിൽ കിരീടം നേടി ഇന്ത്യയുടെ വൈശാലിക്ക് 30.8 ലക്ഷം രൂപ 28,000 യൂറോ സമ്മാനത്തുകയായി ലഭിക്കും. തന്റെ ചെസ് ജീവിതത്തിൽ 24-കാരിയായ വൈശാലിക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയാണിത്. പക്ഷേ കാൻഡിഡേറ്റ്സ് ചെസ്സിന്റെ 14 റൗണ്ടിലെ മത്സരങ്ങളിലുമുള്ള ജയപരാജയങ്ങളെ മുൻനിർത്തി വീണ്ടും സമ്മാനത്തുകകൾ വേറെയും വൈശാലിക്ക് ലഭിക്കും. ഓരോ സമനിലയ്ക്കും 2.78 ലക്ഷം രൂപ വേറെയും ലഭിക്കും. ഈ ടൂർണമെന്റിൽ വൈശാലി നിരവധി റൗണ്ടുകളിൽ വിജയം നേടി. അതിനാൽ സമ്മാനത്തുക എന്തായാലും മൊത്തത്തിലെടുത്താൽ 50 ലക്ഷത്തേക്കാൾ കൂടുതലായിരിക്കുമെന്ന് കരുതുന്നു. കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് ചെസ്സിലെ ഇപ്പോഴത്തെ വനിതാ ചാമ്പ്യനായ ചൈനയുടെ ജു വെൻജുങ്ങിനെ ലോക ചെസ് കിരീടത്തിന് വേണ്ടിയുള്ള എതിരാളിയെ നിശ്ചയിക്കാൻ വേണ്ടി നടത്തിയ ഒന്നായിരുന്നു. അതിനാൽ ചെസ് കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് ഏറെ പ്രാധാന്യമുണ്ട്. ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ നാസിക് യൂണിറ്റിൽ നടന്ന പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിൽ ലൈംഗികാതിക്രമവുമായി ബന്ധപ്പെട്ട് പുതിയ ഞെട്ടിക്കുന്ന ആരോപണങ്ങൾ പുറത്തുവന്നു. 3 ഇരകൾ കൂടി ഔദ്യോഗിക പരാതികൾ രജിസ്റ്റർ ചെയ്യാൻ മുന്നോട്ട് വന്നതോടെ കേസിൽ ആകെ FIRകളുടെ എണ്ണം 14 നാസിക് പോലീസും SITയും നടത്തിയ പ്രൊഫഷണൽ കൗൺസിലിംഗിന് ശേഷമാണ് ഈ പുതിയ ഫയലിംഗുകൾ പുറത്തു വന്നിരിക്കുന്നത്. പുതിയ പരാതിക്കാരികളിൽ ഒരാൾ 3 പ്രതികൾ ഉൾപ്പെട്ട കൂട്ടബലാത്സംഗത്തിന്റെ വിവരണം നൽകിയിട്ടുണ്ട്. നാസിക് ത്രംബകേശ്വർ റോഡിലുള്ള ഒരു റിസോർട്ടിലേക്ക് തന്നെ പതിവായി കൊണ്ടുപോകാറുണ്ടെന്നും അവിടെയാണ് ആക്രമണം നടന്നതെന്നും ഇര പറഞ്ഞു. ഈ സാക്ഷ്യത്തിന്റെ മറുപടിയായി സാങ്കേതിക തെളിവുകൾ നേടാനുള്ള നീക്കത്തിലാണ് നാസിക് പോലീസ്. പരാതിയിൽ പരാമർശിച്ചിരിക്കുന്ന തീയതികളിൽ പ്രതിയുടെയും ഇരയുടെയും സാന്നിധ്യം പരിശോധിക്കുന്നതിനായി റിസോർട്ടിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ അവർ പിടിച്ചെടുത്തു. ഇരയുടെ മൊഴി സ്ഥിരീകരിക്കുന്നതിനും വ്യക്തമായ സമയപരിധി സ്ഥാപിക്കുന്നതിനുമായി ഈ ദൃശ്യങ്ങൾ നിലവിൽ ഫോറൻസിക് വിശകലനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്.
റിലയൻസ് ഹോം ഫിനാൻസ് RCFL വായ്പാ തട്ടിപ്പ് കേസിൽ അനിൽ അംബാനിയുടെ അടുത്ത സഹായികളായ അമിതാഭ് ജുൻജുൻവാലയെയും അമിത് ബാപ്നെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. LICക്ക് 3750 കോടി രൂപയുടെ തെറ്റായ നഷ്ടം വരുത്തിയെന്ന് ആരോപിച്ച് 2026 ഏപ്രിലിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI അനിൽ അംബാനിക്കും റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിനും എതിരെ പുതിയ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് റഷ്യൻ ഇറാനിയൻ എണ്ണ പരിമിതമായി വാങ്ങാൻ അനുവദിച്ച താൽക്കാലിക ഉപരോധ ഇളവ് പുതുക്കേണ്ടതില്ലെന്ന് അമേരിക്ക തീരുമാനിച്ചു. ഇത് നിലവിലുള്ള ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ കർശനമായ നടപടിയിലേക്ക് മടങ്ങുന്നതിന്റെ സൂചനയാണ്. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന് ലെബനൻ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നു. തെക്കൻ പട്ടണമായ ബിനറ്റ് ജബയിൽ പിടിച്ചെടുക്കാനുള്ള ഇസ്രായേൽ കരസേനയുടെ ശ്രമം പൂർത്തിയായ ശേഷമായിരിക്കും വെടിനിർത്തൽ നടക്കാൻ സാധ്യതയെന്ന് റിപ്പോർട്ട്. UAEയിൽ സ്കൂളുകൾ പൂർണ്ണമായും സാധാരണ നിലയിലേക്ക്. ഏപ്രിൽ 20 തിങ്കളാഴ്ച മുതൽ ക്ലാസുകൾ പുനരാരംഭിക്കാൻ നിർദ്ദേശം നൽകി. എല്ലാ എമിറേറ്റുകളിലും നിർദ്ദേശം ബാധകമാണ്. ആവശ്യമെങ്കിൽ സ്വകാര്യ വിദ്യാലയങ്ങൾക്ക് നേരിട്ടുള്ള ക്ലാസ് പഠനവും ഓൺലൈൻ പഠനവും ഒന്നിച്ചുള്ള ഹൈബ്രിഡ് രീതി അവലംബിക്കാം. രാജ്യത്തെ സ്കൂളുകൾ ഇതിനായി ഒരുക്കങ്ങൾ തുടങ്ങി. യൂണിവേഴ്സിറ്റികളിലും ഇതേ ദിവസം ക്ലാസ് പഠനം പുനരാരംഭിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശം നൽകി. US ഉപരോധം നിലനിൽക്കെ ഇറാന്റെ കൂറ്റൻ എണ്ണക്കപ്പൽ ഹോർമുസ് കടലിടുക്ക് കടന്നതായി റിപ്പോർട്ട്. ഇറാന്റെ വാർത്താ ഏജൻസിയായ ഫാർസ് ആണ് ഇറാനിയൻ എണ്ണക്കപ്പൽ വിജയകരമായി ഹോർമുസ് കടന്നുപോയെന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. USന്റെ ഉപരോധങ്ങൾക്കും മേഖലയിലെ സൈനിക സമ്മർദ്ദങ്ങൾക്കും ഇത് കടുത്ത വെല്ലുവിളിയാണെന്നും ഫാർസ് റിപ്പോർട്ട് ചെയ്തു. 2 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ കൊണ്ടുപോകാൻ ശേഷിയുള്ള എണ്ണക്കപ്പലാണ് യാതൊരു തടസ്സവും നേരിടാതെ ഹോർമുസ് കടന്നതെന്നാണ് ഇറാന്റെ അവകാശവാദം. USന്റെ ഉപരോധ പട്ടികയിലുണ്ടായിരുന്ന കപ്പൽ ഹോർമുസ് കടന്നതായും യാത്രയിലുടനീളം സിഗ്നൽ സംവിധാനങ്ങൾ പ്രവർത്തിച്ചിരുന്നതായും ഇറാൻ അവകാശപ്പെട്ടു. US ഭീകരസേനയുടെ ഉപരോധങ്ങളെയും ഭീഷണികളെയും വെല്ലുവിളിച്ച് യാതൊരു പോറലുമില്ലാതെ എണ്ണക്കപ്പൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയതായും റിപ്പോർട്ടിലുണ്ട്. അതേസമയം ഇറാനിലെ തുറമുഖങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഉപരോധം വിജയകരമായി തുടരുകയാണെന്ന് USന്റെ അവകാശവാദം. ഉപരോധം ആരംഭിച്ച ആദ്യ 24 മണിക്കൂറിനുള്ളിൽ ഒരു കപ്പൽ പോലും കടന്നുപോയിട്ടില്ലെന്ന് US സെൻട്രൽ കമാൻഡ് അവകാശപ്പെട്ടു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.